ഈ ലോകത്തിലുള്ള സകലത്തെക്കാട്ടിലും വിലയാണ് ദൈവരാജ്യം. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തു വില കൊടുത്തും ഈ ദൈവരാജ്യത്തിലായിക്കോണം. ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 2. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു. He appeared to them over a period of 40 days and spoke about the kingdom of God. യേശുക്രിസ്തു നമുക്കറിയാം ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു 40 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ 40 ദിവസം എന്താ പഠിപ്പിച്ചതെന്നറിയാമോ? തൻ്റെ ശിഷ്യന്മാരോട് മാത്രമേ സംസാരിച്ചു. അവിടെ പിന്നെ ആ പർവ്വതത്തിൽ പോയി ഗിരിപ്രഭാഷണം ഒന്നും നടത്തിയില്ല. പിന്നെ അവിടുത്തെ യഹൂദ പള്ളിയിലും പോയില്ല. അല്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. തൻ്റെ അപ്പോസ്തലന്മാർ അല്ലേ, ആ ഒരു ചെറിയ കൂട്ടത്തോട് മാത്രമേ താൻ സംസാരിച്ചുള്ളൂ. പക്ഷേ അവരോട് ഈ 40 ദിവസം അവർക്കൊരു ക്രാഷ് കോഴ്സ് എടുത്തു കൊടുത്ത്. എന്താണെന്നറിയാമോ? റിഗാർഡിങ് ദി കിങ്ഡം, ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ് യേശു 40 ദിവസം അവരെ പഠിപ്പിച്ചത്. എങ്ങനെ പോയി രോഗികളെ സൗഖ്യമാക്കണമെന്നോ ഈ പറഞ്ഞ പോലെ സഭ എങ്ങനെ നടത്തണമെന്നോ അത് കഴിഞ്ഞ് നമുക്കറിയാം 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ 120 പേരെ നിറച്ച് അവരെല്ലാവരും കൂടെ ചേർന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ജനം ഓടി വന്നു. അവരോട് എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടവർക്ക് കുത്തുകൊണ്ടു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു, സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ 3000 പേര് സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. അതിൻ്റെ അർത്ഥം പുതിയ നിയമസഭ അന്ന് ഉദ്ഘാടനം ചെയ്തു, ആ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് അല്ലേ. പക്ഷേ ആ പെന്തക്കോസ്റ്റ് നാൾ തുടങ്ങുന്ന സഭ എങ്ങനെ നടത്തണമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമല്ല അവിടെ പറഞ്ഞത്. അവിടെ ദൈവരാജ്യം സംബന്ധിച്ചാണ് അവരെ പറഞ്ഞ് അവർക്ക് നല്ല തെളിവായി അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ഇന്ന് ഞാൻ പറയുന്ന ഒറ്റ കാര്യം, പലപ്പോഴും ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവരാജ്യത്തെക്കുറിച്ചൊരു പരാമർശം പോലുമില്ല. നമ്മൾ അല്ലാതെ വലിയ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ ദൈവരാജ്യത്തെപ്പറ്റി നമ്മളൊന്നും പരാമർശിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന സുവിശേഷത്തിലും ദൈവരാജ്യമില്ല. ബൈബിൾ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയിൽ എല്ലായിടവും അറിയിക്കപ്പെടുമെന്ന, പിന്നീട് അവസാനം വരും, ദെൻ ദി എൻഡ് ഷാൽ കം. അപ്പം ഈ രാജ്യത്തിൻ്റെ സുവിശേഷം, പക്ഷേ ഇന്ന് നമ്മൾ പറയുന്ന സുവിശേഷം, ഞാൻ അതിലേക്കൊന്ന് വരാം. അപ്പം യേശു പ്രസംഗിച്ച സുവിശേഷം ഏതായിരുന്നു? അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം ഏതായിരുന്നു? ആദിമസഭ ഘോഷിച്ച സുവിശേഷം ഏതായിരുന്നു? ഇന്ന് നമ്മൾ പറയുന്ന സുവിശേഷം ഏതാ? എനിക്ക് സത്യം പറഞ്ഞ ഒരു അവസരം തന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് നിങ്ങളെ കൊണ്ടൊരു ഡെമോ സുവിശേഷം ഒന്ന് പറഞ്ഞ് കേട്ടാൽ കൊള്ളാം. നിങ്ങളുടെ ഈ സുവിശേഷത്തിനകത്ത് എവിടെയെങ്കിലും ദൈവരാജ്യമുണ്ടോ? അല്ലേ, നമ്മുടെ സുവിശേഷമൊക്കെ രോഗം മാറുന്ന, കടം മാറുന്ന, വീട് വയ്ക്കുന്ന, അല്ലേ, ജപ്തി ഒഴിവാകുന്ന സുവിശേഷം മാത്രമാണ് നമ്മളീ പറയുന്നത്. അതിനപ്പുറമുള്ള സുവിശേഷം ഒന്നും ഇന്ന് ആരും എങ്ങും പറഞ്ഞ് കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പെട്ടെന്നൊന്ന് നമുക്കൊന്ന് നോക്കിപ്പോവാം. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകനാണ് യേശുവിന് വഴിയൊരുക്കുവാമെന്ന് യോഹന്നാൻ സ്നാപകനാണ് ആദ്യം വന്ന് പറഞ്ഞത്. എന്താണ്? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, അല്ലേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകിയാൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നമുക്കറിയാം, യേശു ക്രിസ്തുവും തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പം ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? മർക്കോസ് 1:15, മാർക്ക് 1:15. അവിടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യത്തെ ആ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പം അവിടെ നോക്കിയേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരോടും പറയുന്നത് യേശു വരും, അത് വരും, ശരിയാ. പക്ഷേ യേശു അവിടെ നോക്കിയേ, ആദ്യത്തെ വരവിൽ താൻ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം, ചില വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യം, ജോൺ 18:36. എൻ്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഇസ് നോട്ട് പൊളിറ്റിക്കൽ കിങ്ഡം അല്ല. കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു. എന്താണെന്നറിയാമോ? അന്ന്
ഈ പറഞ്ഞ പോലെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ തിരക്കി വന്നത്. ഇനി നമുക്കറിയാം യേശു ജനിച്ചപ്പം തന്നെ ഉള്ള പ്രവചനം എന്തായിരുന്നു? രാജാവായി, ഹി വാസ് ബോൺ ആസ് എ കിങ്, അല്ലേ? അങ്ങനെയെങ്കിൽ അവനൊരു രാജാവ് തന്നെയാണ്. പക്ഷേ പ്രശ്നം ഇച്ചിരി വ്യത്യാസമുണ്ട്. ജനങ്ങൾ അന്നത്തെ യഹൂദന്മാർ വിചാരിച്ചത്, പ്രത്യേകിച്ച് ഈ റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ദേ വർ സപ്രസ്ഡ്, അല്ലേ? അപ്പോൾ അവർക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും നമ്മുടെ മെശിഹ വന്നിട്ട് നമ്മുടെ രാജ്യം സ്ഥാപിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്വാതന്ത്ര്യം ഇവന്മാരുടെ നിന്ന് കിട്ടും. ഇതായിരുന്നു വിഷയം. അത് ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കും തലയിൽ അതായിരുന്നു കയറിയിരുന്നത്. ഈ യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്ന ഈ ശുശ്രൂഷ എല്ലാം കണ്ടിട്ട് കൂടെ ചെയ്തിട്ടും അവർ ഈ പറഞ്ഞ പോലെ ഈ ഉയർത്തെഴുന്നേറ്റ് ചെന്നപ്പോൾ ആദ്യ ചോദ്യം എന്താ? ഇപ്പോഴാണോ ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് യേശു എന്ത് ചെയ്തു? അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല, അതെൻ്റെ പിതാവിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞ് ഉഴപ്പി അങ്ങ് വിട്ടു. കാരണം ഇപ്പോൾ അതല്ല കാര്യം. നിങ്ങളോട് ഞാൻ ഒരു ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളായിട്ട് പോകണം. എല്ലായിടും നിങ്ങൾ സാക്ഷിയായിട്ട് പോകണം. അല്ലാതെ നിങ്ങളീ പറഞ്ഞ രാജ്യം, യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിക്കാനല്ല ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ യേശു പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ കിങ്ഡം. ഇനി ഈ ദൈവരാജ്യം ഇത് ഒരാൾ എങ്ങനെ പ്രവേശിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം എന്നോ പോകാൻ പോകുന്ന ഒരു സ്വർഗത്തിലേട്ടോ നമ്മൾ കാത്തിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും കർത്താവിനോടൊപ്പം ആയിരിക്കും. പക്ഷേ അതിനുമുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ ദൈവരാജ്യത്തിലാണ്. ദിസ് ഈസ് എ പ്രസൻറ്റ് റിയാലിറ്റി. നല്ലോണം ഓർക്കണം, ദിസ് ഈസ് എ പ്രസൻറ്റ് റിയാലിറ്റി. ഇവിടെയാണ് നമുക്ക് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ. ഇന്ന് നമ്മളിപ്പോൾ ഒരു സഭയിലിരിക്കുന്നത്, ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഈ സഭയിലിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദൈവരാജ്യത്തിലും നമ്മൾ കടന്നു കഴിഞ്ഞ ഒരർത്ഥത്തിൽ. അതെങ്ങനെ അറിയാം? എങ്ങനെയാണ് ഒരാൾ കടക്കുന്നത്? യോഹന്നാൻ 3:3 യേശു തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. ഹൗ ഡസ് വൺ എൻ്റർ ദ കിങ്ഡം? ജോൺ 3:3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ്? വീണ്ടും ജനനം പ്രാപിക്കണം. എൻ്റെ ചോദ്യം, എന്നെ കേൾക്കുന്ന എത്ര പേര് വീണ്ടും ജനിച്ചിട്ടുണ്ട്? സംശയമാണോ? ദൈവമേ, നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയോ? വീണ്ടും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്നു, സംശയമൊന്നും വേണ്ട, അല്ലേ? അപ്പം ഈ ദൈവരാജ്യത്തിൻ്റെ ചില സവിശേഷതകൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ഇറ്റ് ബിഗിൻസ് വെരി സ്മോൾ, വളരെ ചെറുതായിട്ട് തുടങ്ങും, ബട്ട് ഗ്രോസ് എക്സ്പാൻസീവ്ലി, വളരെ വലുതായി അതങ്ങ് വലുതാവും, അതങ്ങ് പടർന്ന് പന്തലിക്കും. അതിന് യേശു തന്നെ പറഞ്ഞ ഒരു ഭാഗം വായിക്കാം നമുക്ക്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31-32. മത്തായി 13-ാം അധ്യായത്തിൻ്റെ 31-32. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഈ സ്വർഗരാജ്യം ദൈവരാജ്യം രണ്ടും മാറി മാറി പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സ്വർഗരാജ്യം അവൻ കടുകുമണിയോട് സദൃശ്യം. കടുകുമണി ഒരു കയ്യിൽ കണ്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തന്നെ പാടാ കടുക്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് സൗകര്യമാർ അല്ലേ, ഒരു കടുക് എടുത്തൊന്ന് പിടിക്കാമോ? നിങ്ങളൊക്കെ കടുവെടുത്ത് ഇങ്ങനെ താളിക്കാൻ ഇടുമ്പം ഒരു നുള്ളെടുത്തിടും. പക്ഷേ ഒരു കടുകിനെ പിടിക്കാൻ വലിയ പാടാണ്, അത്രയ്ക്ക് ചെറുതാണ്. അതും നമ്മുടെ കേരളത്തിലെ കടയിൽ കിട്ടുന്നേക്കാളും ചെറിയ കടുക് ചെന്നൈ കിട്ടും, തമിഴ്നാട്ടിൽ, അല്ലേ? അതിങ്ങനെ വളരെ ചെറുതായിരിക്കും. അത്രയും ചെറിയ ഒരു കടുകുമണി ഓട് സ്വർഗരാജ്യം സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. എന്നിട്ട് പറ്റി അടുത്ത വാക്ക്, അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും എല്ലാ വിത്തിലും ചെറുതാണ് കടുകുമണി. വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വളർന്നപ്പം സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. വിത്ത് ഏറ്റവും ചെറുതായിരുന്നു, പക്ഷെ അത് മുളച്ചു വന്നപ്പോൾ എന്തായി? ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ ചെറുതായിരിക്കും, അല്ലേ? ഇതിൻ്റെ തുടക്കം വളരെ ഒരു തുച്ഛമായ ചെറിയ ആരംഭമായിരിക്കാം. പക്ഷേ ചെറിയ ആരംഭമാണെങ്കിലും അതിൻ്റെ ഒടുക്കം എന്തായിരിക്കും? അത് വളരെ വലുതായിരിക്കും. ഇന്ന് ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ രാവിലെ മുതൽ ഇത്രയും നേരം നമ്മളിപ്പോൾ 1 മണിക്കൂറായെങ്കിൽ ഈ 1 മണിക്കൂറിനകത്ത് ലോകമെമ്പാടും എവിടെയൊക്കെ എത്ര പേര് ദൈവരാജ്യത്തിൽ ഓൾറെഡി പ്രവേശിച്ചിട്ടുണ്ടെന്നറിയാമോ? ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ട്, അല്ലേ, വീണ്ടും ജനിച്ച് ഈ രാജ്യത്തിലേക്ക് ദേ ആർ ജസ്റ്റ് കീപ്പ് ഓൺ എൻറ്ററിങ്, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങി ഇത്രയും നേരത്തിനകത്ത് ഇവിടെ എത്ര പ്രസവം ഓരോ ആശുപത്രി നടന്നു എന്ന് പറയുന്നത് പോലെ
അത് നമുക്കറിയാം, അതിൻ്റെ കണക്ക് നമുക്കുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലുമാണ് ലോകമെമ്പാടും ദൈവരാജ്യത്തിലേക്കും ജനം ഈ പറഞ്ഞ പോലെ വീണ്ടും ജനനം പ്രാപിച്ച് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഒരു ചെറിയ തുടക്കം, പക്ഷേ അതൊരു വലിയ ഒരു 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 സമൂഹമായിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഇനി ഈ ദൈവരാജ്യത്തെ പറ്റി മറ്റൊരു കാര്യം പറഞ്ഞത് മത്തായി 13:44 വാക്യം വായിച്ചത്, 44th വേഴ്സ്, അതിൻ്റെ 44 വാക്യം, ഇപ്പോൾ എടുത്ത അതേ അധ്യായം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. വയലിൽ ഒളിച്ചു വെച്ച ഒരു വയലിൽ ഒരു നിധി ആരോ ഒളിച്ചു വെച്ചിരുന്നു. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആ വയലിൽ ഒരു വിലയേറിയ മുത്തുണ്ടെന്ന് ഒരാൾ മനസ്സിലാക്കിയപ്പം അയാൾ പോയി എന്ത് ചെയ്തു? തനിക്കുള്ളത് മുഴുവൻ വിറ്റിട്ട് വന്ന് ഈ വയൽ വാങ്ങിച്ചു. കാരണം എന്താ? ഈ വയലിലാ മുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള സകലത്തെക്കാട്ടിലും വിലയാണ് ദൈവരാജ്യം. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തു വില കൊടുത്തും ഈ ദൈവരാജ്യത്തിലായിക്കോണം. ഈ ദൈവരാജ്യം നഷ്ടപ്പെടുത്തി കളയരുത്. എത്ര പേർക്ക് മനസ്സിലായി? അല്ലേ? എത്ര പേർക്ക് മനസ്സിലായി? ദൈവരാജ്യം നഷ്ടപ്പെട്ടാൽ പോയി. ദൈവരാജ്യം ഇന്ന് ആ ദിവസമാണ് പ്രിയപ്പെട്ടത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ ഇന്ന് പ്രവേശിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. അതിനുള്ള അവസരങ്ങളാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ. ഇനി ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇനി എന്നോ വരാനുള്ളതാണോ? ലൂക്കോസ് 17 അധ്യായം 21 വാക്യം, ലൂക്ക് 17:21, ലൂക്കോസ് 17:21. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. ദൈവരാജ്യം ഇപ്പം എവിടെയാ? ഇവിടെ നമ്മുടെ ഇടയിലുണ്ട്. ഇനി എന്നോ വരാൻ പോകുന്ന ദൈവരാജ്യമല്ല, ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? ദൈവരാജ്യം ഇവിടെയുണ്ട്. ഈ ദൈവരാജ്യം ആര് നമുക്ക് തന്നു? അതെങ്ങനെ തന്നു എന്ന് ചോദിച്ചാൽ ലൂക്കോസ് 12:32 ലൂക്കോസ് 12:32 അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് ഈ രാജ്യം നിങ്ങൾക്ക് പിതാവ് തന്നു. അതിൻ്റെ അർത്ഥം ദ കിങ്ഡം ഹാസ് ഗിവൺ ടു us ബൈ ദ ഫാദർ ആസ് എ ഗിഫ്റ്റ്. നമുക്കൊരു ബർത്ത്ഡേക്ക് അപ്പൻ ഒരു മോക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ, മോനൊരു ഗിഫ്റ്റ് തരുന്ന പോലെ പിതാവ് നമുക്ക് ദാനമായി ദൈവരാജ്യം തന്നു, അല്ലേ? നമുക്ക് എത്ര പേർക്ക് അതൊരു സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. യോഹന്നാൻ 18:36 യോഹന്നാൻ 18:36 അവിടെ മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം. അവിടെ നമ്മൾ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, അതായത് ഇറ്റ് ഈസ് റിയൽ ബട്ട് ഇറ്റ് ഈസ് ഇൻവിസിബിൾ. എന്താണ്? ഇത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ ഉറപ്പുള്ള കാര്യമാണ് ദൈവരാജ്യം. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നു, ഇന്ത്യയിൽ ജനിച്ചവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും. ഇന്ത്യയിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ നിങ്ങൾക്കുള്ള പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്, ശരിയല്ലേ? അല്ലേ? ഇവിടെ ജനിച്ചാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട്. നിങ്ങൾ UK പോയി ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ചിലപ്പോൾ UK പാസ്പോർട്ടായിരിക്കും. അമേരിക്ക ജനിച്ചെങ്കിൽ അമേരിക്കൻ പാസ്പോർട്ട് കിട്ടും. പക്ഷേ ഇവിടെ ജനിച്ച നമുക്കെല്ലാവർക്കും അമേരിക്കൻ പാസ്പോർട്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു, നമ്മുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, നമ്മൾ ഇറങ്ങി നടക്കുന്നു, എല്ലാം നമുക്ക് ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് വെരി വിസിബിൾ, അല്ലേ? ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് എന്നെ കണ്ടാൽ അറിയാം. പക്ഷേ ഇതുപോലെ തന്നെയാണ് ഞാൻ ദൈവരാജ്യത്തിൽ ഒരു ദിവസം വീണ്ടും ജനിച്ചു. അപ്പം ഇറ്റ്സ് എ റിയൽ ദാറ്റ് ഐ എം ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ്. പക്ഷേ പ്രശ്നം എന്താ? ഈ കിങ്ഡം ഓഫ് ഗോഡ് കാണാൻ പറ്റുമോ? അവിടെയാണ് ചെറിയൊരു പ്രശ്നം, അല്ലേ? അപ്പോൾ അവിടെയാണ് ആ കൺസെപ്റ്റ് കണ്ടല്ല നമ്മൾ ഈ ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ കണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, കാഴ്ചയാലല്ല നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്താൽ അത്രേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് കണ്ട് ജീവിക്കുന്നതിൽ വലിയ കഥയില്ല. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോൾ ഇറ്റ്സ് റിയൽ ബട്ട് ഇൻവിസിബിൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കിങ്ഡത്തിൽ വളരെ വ്യത്യസ്തമായൊരു ഡിസ്റ്റിങ്ക്റ്റീവ് ഒരു കൾച്ചറാണുള്ളത്. ഇതാണ് നമുക്ക് ഒത്തിരി പറയാനുള്ളത്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരു കൾച്ചറും ഈ ദൈവരാജ്യത്തിലില്ല. നേരെ തിരിച്ച് ഉൾട്ടായാണ് പലപ്പോഴും. അതിനാണ് ഈ ദൈവരാജ്യത്തെ അപ്സൈഡ് ഡൗൺ കിങ്ഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരെ തലതിരിഞ്ഞതാണ്, അല്ലേ? നേരെ തലതിരിഞ്ഞതാണ്. കാര്യം ഈ ലോകത്തിലെ ഒരു കൾച്ചറും അല്ല ഈ കിങ്ഡത്തിൽ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഈ ലോകത്തിലെ കാര്യങ്ങൾ കണ്ട് നമ്മൾ അതങ്ങ് പരിചയിച്ചത് കാരണം ആ കൾച്ചർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വന്ന് ഈ കിങ്ഡത്തിൽ പെരുമാറുന്നത്. ഉദാഹരണത്തിന് പറയാം, കിങ്ഡം എന്ന് പറയുമ്പോൾ തന്നെ ദർ ഇസ് എ കിങ്. ആരാണ് രാജാവ്? നമ്മുടെ ദൈവമാണ് രാജാവ്, അല്ലേ?
അങ്ങനെയെങ്കിൽ ആ രാജാവായ ദൈവം ആ രാജ്യം ഭരിക്കുന്നു. ആ രാജാവിനെ എല്ലാവരും കൂടെ ചേർന്ന് വോട്ടിട്ട് തിരഞ്ഞെടുത്തതല്ല. ഇന്ന് ലോകത്ത് നമുക്ക് ഏറ്റവും മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണക്രമമുണ്ട്. അതേതാത് നമ്മുടെ ഇന്ത്യ അതാണ് ഡെമോക്രസി. എന്താണ് മലയാളത്തിൽ എന്തോ പറയുന്നത്? ജനാധിപത്യം അല്ലേ? അമേരിക്കയിലും ജനാധിപത്യമാണ്. ഈ പല ചില അപൂർവം 1-2 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ജനാധിപത്യമാണ്. നമുക്കെല്ലാം ജനാധിപത്യമാണ് ഇഷ്ടം. ഇപ്പം തിരിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. ഇപ്പം തന്നെ നമുക്കൊരു സംശയമുണ്ട്, ഇച്ചിരി മുന്നോട്ട് പോയാൽ ഈ ജനാധിപത്യം പോകുമെന്നൊരു പേടിയുണ്ട് അല്ലേ? അപ്പം ഈ ജനാധിപത്യത്തിലാണ് നമ്മുടെ അവകാശങ്ങളൊക്കെ കിട്ടുന്നതെന്നും ജനാധിപത്യമാണ് നമുക്ക് ശ്വാസം വിടാൻ പറ്റിയൊരു അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാണ് നമ്മളിരിക്കുന്നത്. ശരിയാണ്, ഇന്ത്യയെ സംബന്ധിച്ചോളം ജനാധിപത്യം ഇറ്റ് മേ വർക്ക്. പക്ഷേ പ്രശ്നം ദൈവരാജ്യത്തിൽ ഡെമോക്രസി ഇല്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്നത്തെ പ്രശ്നം നമ്മൾ ഈ ലോകത്ത് കാണുന്ന സകലതും, പ്രത്യേകിച്ച് ജനാധിപത്യം ഉൾപ്പെടെ, നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു ദൈവരാജ്യത്തിൽ. തൽക്കാലം ദൈവരാജ്യത്തിൽ നിന്ന് വിടാം. ഇത് തന്നെയല്ലേ നമ്മൾ സഭയിലും പ്രതീക്ഷിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ, ഈ സഭയിലും ഭൂരിപക്ഷം ആരെന്ത് പറയുന്നു അവർക്കാണ് സഭയിൽ കാര്യം. അങ്ങനെയാണ് കമ്മിറ്റികളും വോട്ടിങ്ങും ഈ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് സഭയ്ക്കുള്ളിലും വന്നു. പക്ഷേ വേദോസ്തവം എടുത്ത് എവിടെ നോക്കിയാലും അവിടെ എങ്ങും ഒരു ഭൂരിപക്ഷ സ്വഭാവവും ഇല്ല, അവിടെ ഒന്നും ജനാധിപത്യവും ഇല്ല, അവിടെ ഈ വോട്ടിങ്ങും ഇല്ല, അവിടെ ഒന്നുമില്ല അല്ലേ? ദൈവമാക്കിയവരെഴുന്നേറ്റ് അവരവരുടെ ശുശ്രൂഷ ചെയ്യുന്നു, അതാണ് കാര്യം. പക്ഷേ അവരൊറ്റയ്ക്ക് ഏകാധിപതികളെ പോലെ ചെയ്യാൻ പറ്റത്തുമില്ല. അതും വളരെ മനോഹരമായിട്ട് ബൈബിൾ അത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ജനാധിപത്യ പ്രക്രിയ ഒരിക്കലും ദൈവരാജ്യത്തിൽ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചറാണ്. ഇനി അതെങ്ങനെ ആയിരിക്കണം ഈ ദൈവ രാജ്യത്തിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പാക്കേണ്ടതെന്നുള്ളതിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ മത്തായി സുവിശേഷത്തിലേക്ക് വരണം. മത്തായി സുവിശേഷത്തിലേക്ക് വന്ന 5, 6, 7 ഈ 3 അധ്യായങ്ങളെടുത്താൽ അത് 3 യേശു ആ ഗിരിപ്രഭാഷണത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ പറഞ്ഞ എന്തൊക്കെയാണ്? നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വേണേൽ തരാം. വീട്ടിൽ ഇപ്പോൾ ഇരുന്നിട്ട് വായിക്കാൻ നമുക്ക് നേരമില്ല അല്ലേ? അതോരോന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. അതൊന്നും ഈ ഭൂമിയിൽ നമ്മളല്ലെങ്കിൽ പാലിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ഇങ്ങനെയാണ്. ലോകത്തിൽ അങ്ങനെ ആവാം, പക്ഷേ ദൈവരാജ്യത്തിൽ അങ്ങനെ അല്ല എന്നാണ് യേശു അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ലോകത്ത് ആരെങ്കിലും വന്ന് നമുക്ക് ഒരടി അടിച്ച് തന്നാൽ എന്ത് ചെയ്യും? ഓടിച്ചിട്ട് പിടിച്ച് അവന് 2 അടി കൂടുതൽ കൊടുക്കും. അതാണ് ലോകം അല്ലേ? ആരെങ്കിലും എന്നെ ഒന്ന് ഒഫൻഡ് ചെയ്താൽ ഹി നീഡ് ടു ബി പണിഷ്ഡ്. ഒട്ടനെ നമ്മൾ എന്ത് ചെയ്യും? കേസ് കൊടുക്കും അല്ലേ? ഉടൻ കേസ് കൊടുക്കും, അല്ലെങ്കിൽ ന്യായം ചോദിക്കും, അല്ലെ പകരം വീട്ടും. അതാണ് ഈ ലോകം അല്ലേ? അത് ജനാധിപത്യത്തിൽ അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ദൈവരാജ്യത്തിൽ ഒരു ചേർത്ത് അടിച്ചാൽ എന്താണ്? അപ്പോൾ ആലോചിച്ച് നോക്കി, ആ കൾച്ചറിൻ്റെ വ്യത്യാസം പോയത് കണ്ടോ അല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ബാക്കി വായിച്ചു നോക്കിയാൽ അതെല്ലാം തന്നെ അപ്സൈഡ് ഡൗൺ ആണ്. ഇറ്റ്സ് അപ്സൈഡ് ഡൗൺ, അതിന് ഒരു സംശയം വേണ്ട. അപ്പം ഇവിടെയാണ് ഈ ഡിസ്റ്റിങ്ക്റ്റീവ് കൾച്ചർ എന്ന് പറയുമ്പം ഇതിനെപ്പറ്റി യേശു പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും മാത്രമല്ല ചെയ്തത്, താൻ ജീവിച്ചും കൂടെ കാണിച്ചു. നല്ലോണം ഓർക്കണം, യേശു വലിയ ക്ലാസ് എടുത്തിട്ട് പോയെന്നല്ല, യേശു എന്ത് ചെയ്തു? ജീവിച്ചു. ഹി ലിവ് ദ കിങ്ഡം. ഇന്നത്തെ നമ്മുടെ ഞാൻ നിന്നാണ്ട് ക്ലാസ് എടുക്കുന്നു, പക്ഷേ ചോദ്യം, ഡു ഐ ലിവ് ദ കിങ്ഡം? ഞാനൊരു കിങ്ഡം സിറ്റിസനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതാണ് എല്ലാവരും നോക്കുന്നത്. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം പ്രിയപ്പെട്ട കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ നീ എന്നെ ആക്കിയെങ്കിൽ രാജ്യത്തിലെ നിയമങ്ങൾ വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ രാജ്യത്തിലെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മുടെ ഈ പറയുന്ന സുവിശേഷത്തിൽ ഡസ് അവർ ഗോസ്പൽ റിഫ്ലക്റ്റ് ദ കിങ്ഡം മെസ്സേജ്? ഇന്ന് നമ്മൾ പറയുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ഈ സുവിശേഷത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഈസ് ഇറ്റ് ഷേപ്പിംഗ് അവർ ഡിസൈപ്പിൾഷിപ്പ്? നമ്മളെല്ലാം ശിഷ്യരാണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശിഷ്യത്വത്തെ ഈ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഞാനത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഇവാഞ്ചലിസം, നമ്മൾ ചെയ്യുന്ന സുവിശേഷീകരണം, അതിൽ ഈ ദൈവരാജ്യം എവിടെയും നമ്മൾ കൊണ്ടുവരുന്നു? നമ്മുടെ മിഷൻ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ദൗത്യത്തിൽ എവിടെയെങ്കിലും ദൈവരാജ്യമുണ്ടോ? ഇനി ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ ഇതാദ്യം വന്ന് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചു തുടങ്ങിയ ആൾ യോഹന്നാൻ സ്നാപകനാണ്. പുള്ളിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പുള്ളി ഒരു കണ്ടാൽ തന്നെ ഒരു മൊത്തത്തിലൊരു ഓഡ് അല്ലേ, അദ്ദേഹത്തിൻ്റെ വേഷം വ്യത്യാസം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാഷാ രീതി. ഇപ്പം നമ്മളെപ്പോലെയൊക്കെ ക്രിസ്തുവിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്.
മൈക്ക് കിട്ടി എന്താ പറയും? ആണലി കുഞ്ഞുങ്ങളെ. അതായത് POC ബൈബിളാണ് ആണലി കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്. നമ്മുടെ കോട്ടയം ബൈബിൾ എന്താണ്? സർപ്പസന്തതികളെ. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം തുടങ്ങിയ ആരെങ്കിലും പിന്നെ മുന്നേ ഇരിക്കുമോ? അങ്ങനെ കാണും. ഇന്ന് ആരെങ്കിലും സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ പാമ്പിനെ അടിച്ചു കൊല്ലുന്ന പോലെ അയാളെ അടിച്ചു കൊല്ലും. അയാളെ പിന്നെ വെച്ചേക്കത്തില്ല. ഇതായിരുന്നു സൈസ്. അപ്പം ഈ യോഹന്നാനാണ് വന്ന് ഇത് ആദ്യം പറഞ്ഞത്. 3:2 മത്തായി 3:2. ഹീസ് ദ വൺ ഹു കെയിം ആൻഡ് അനൗൺസ് ദ കിങ്ഡം. പുതിയ നിയമത്തിൽ ഈ രാജ്യം വന്ന് ആദ്യം അനൗൺസ് ചെയ്ത ആൾ മത്തായി 3:2 സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾ യോഹന്നാൻ സ്നാപകനാണ്. നമ്മൾ നേരത്തെ വായിച്ചു. യേശുവാണ് ചെല്ലുന്നിടത്തെല്ലാം എന്ത് ചെയ്തു? മർക്കോസ് 1:15 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? യേശു കാലം തികഞ്ഞു, നമ്മൾ നേരത്തെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? മത്തായി 6:33. മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക്. ശിഷ്യന്മാർക്ക്, ഞാൻ പണ്ട് ഈ സംസാരിക്കുന്ന കുട്ടികൾ ഇവിടെ സംസാരിക്കും, അവരുടെ അപ്പൻ്റെ അമ്മയുടെയും പേര് വിളിക്കും. പക്ഷെ ഇപ്പോൾ അത് പേര് വിളിക്കാനും പേടി. കാരണം അങ്ങനെ പേര് വിളിച്ചതിൻ്റെ പേരിൽ നിന്ന് ഇവിടുന്ന് പോയ 2 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് പേര് വിളിക്കാനും വയ്യ. ഓക്കെ, കുഴപ്പമുണ്ടോ വിളിച്ചാൽ? എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയുണ്ട്. അവളെ ആരെങ്കിലും ഒന്ന് ഓക്കെ, ആർക്ക് പിടിയിട്ടില്ലല്ലോ ആരാണെന്നല്ലേ? കാരണം ഈ പിള്ളേരെ നോക്കി നമുക്ക് വഴക്ക് പറയാനും വയ്യ അല്ലേ? ഇപ്പം ഇന്നലെ എന്നോട് പാസ്റ്റർ ബാബുചെറിയാൻ എന്നെ പൗർവിഷനെ കണ്ടപ്പോൾ ചോദിക്കായിരുന്നു, സാറിന് മക്കളില്ലല്ലേ? ഞാൻ പറഞ്ഞു അതെ. അതാ ഈയിടയ്ക്ക് ഞാൻ കേട്ടു, എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാമെന്ന്. എന്ത് ചെയ്യാനാ, വല്ലവൻ്റെയും മക്കളെ നമുക്ക് പറയാനും പേടിയാ. അതല്ലേ വേറൊരു പ്രശ്നം അല്ലേ? ഓട്ടെ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു കാര്യം, സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം. നിങ്ങൾ ആദ്യം എന്തന്വേഷിക്കണം? ദൈവരാജ്യം അന്വേഷിക്കണം. ഞാൻ ചോദിച്ചോട്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഇതൊക്കെയും, അതിൻ്റെ അർത്ഥം ഇതൊക്കെയുമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്താണ്? എന്ത് തിന്നും, എന്തുടുക്കും, എവിടെ കിടന്ന് ഉറങ്ങും, ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കിടന്ന് പാടെല്ലാം പെടുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയവരുടെ അവസ്ഥ എന്താ? 12 റോൾസ് റോയ്സ് കാറ് സ്വന്തമായിട്ടുണ്ടായിട്ട് എന്ത് കാര്യം? എത്ര വേദനാജനകമായ അല്ലേ സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് അല്ലേ? കോടീശ്വരനാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് അവിടെ അടക്കം നടക്കുക അല്ലേ? ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവരാജ്യമായിരുന്നു ആദ്യം അന്വേഷിക്കണം. ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? ദൈവരാജ്യം നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും, എത്രയോ ബുദ്ധിമാന്മാർക്ക് ഇത് മറഞ്ഞിരിക്കുന്നു, എത്രയോ നമ്മളെക്കാളും ശക്തർ ഇത് കണ്ടെത്തിയില്ല. അങ്ങനെയെങ്കിൽ ഈ ഏഴകളായ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് കാലാകാലങ്ങളിൽ വിളിച്ച് അല്ലേ അവൻ്റെ സ്നേഹത്തെ നമുക്ക് കാട്ടിത്തന്ന് ആ കർത്താവിൻ്റെ അടുത്ത് വരുവാനും ആ ദൈവരാജ്യത്തിൽ മാനസാന്തരപ്പെട്ട് പ്രവേശിക്കുവാനും ദൈവം നമ്മോട് കരുണ തോന്നിയെങ്കിൽ അതിന് നന്ദിയുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവേ, മറ്റൊന്നും ഞങ്ങൾ നേടിയില്ലെങ്കിലും ഞങ്ങളങ്ങയുടെ രാജ്യത്തിൽ നീ ചേർത്തല്ല കർത്താവേ. ഞങ്ങൾക്ക് തരുവാൻ, അപ്പൻ രാജ്യം മക്കൾക്ക് തരുവാൻ അവിടെ നിന്ന് ഞങ്ങളോട് കരുണ കാണിച്ചല്ലപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഈ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു 3.5 കൊല്ലം പഠിപ്പിച്ചെന്ന് പറയുന്നത് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 42-43. ലൂക്ക് ചാപ്റ്റർ 4:42 and 43. ലൂക്കോസ് 4-ാം അധ്യായം. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? ദൈവരാജ്യം പോയി സകല പട്ടണങ്ങളിലും ഊരുകളിലും പോയി പറയാനാ. പക്ഷെ അവിടെ ഉള്ളൊരു കൂട്ടർ എന്താ പറഞ്ഞേ? ഇവിടെ ഇരിക്കുക. എവിടെ പോണ്? ഇവിടെ ഇരിക്കുക. യേശു പറയാം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ നസ്രയത്തുകാരനല്ലേ, നസ്രായനല്ലേ, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എല്ലാ പട്ടണങ്ങളിലും പോകണം. എന്തിന്? ദൈവരാജ്യത്തെ പറ്റി എനിക്ക് പറയണം. ഇന്ന് നമ്മുടെ പ്രശ്നം ഇതാ, എല്ലാവരും കൂടെ 4 ചുവരിനകത്ത് ഇരിക്കുക.
അല്ല, ഈ യേശുവിൻ്റെ ദൗത്യം തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം? ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയണം. ഇന്നലെ ഞാനൊരു അസൈൻമെൻറ്റ് വന്നു എല്ലാവർക്കും. എന്തായിരുന്നു? രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയ്ക്ക് ആരെങ്കിലും ഒരാളുടെ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? ഒന്ന് അല്പസമയം അവരോടൊപ്പം ചിലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നലെ വൈകിട്ട് ഒത്തിരി പേര് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തന്നു. ഇന്ന് രാവിലെ ഒത്തിരി പേര് അല്ലാതെ വന്നിട്ട് ഇന്നലെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ഇന്നലെ ഞാൻ 2 വീട്ടിൽ പോയി, ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇവൻ ചില VIPസിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് അവരോടൊക്കെ ഇരുന്ന് യേശുവിനെ പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്നു. പലരും കരഞ്ഞു, പലരും കെട്ടിപ്പിടിച്ചു, എന്നിട്ട് ഇനിയും ഒന്ന് പറയണമെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. എന്ന് ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു. എനിക്ക് സന്തോഷം തോന്നി. അത് തന്നെ അദ്ദേഹം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നലെ അങ്ങനെ പോയി ഒരാളോടെങ്കിലും പോയി യേശുവിൻ്റെ സ്നേഹം ഒന്ന് അവതരിപ്പിച്ചവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം, അല്ലേ? ഇത് നമ്മുടെ വല്ലപ്പോഴും ഒരു അസൈൻമെൻ്റ് അല്ല, ദിസ് ഷുഡ് ബി അവർ ഡെയിലി അസൈൻമെൻറ്റ്, അല്ലേ? നമ്മുടെ കണ്ണടയുന്നവരെ ഇത് ചെയ്യാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി നമ്മളല്ലാത്ത ഈ കൊച്ചു കൊച്ചു തട്ടിപ്പ് പരിപാടികളൊക്കെ നിർത്തിവെച്ച് ഇങ്ങനെയുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. അല്ലാത്ത പലപ്പോഴും നമ്മുടെ പല കൂട്ടായ്മകളും യു എൻജോയ് ടു മച്ച്. കാരണം അതുപോലെ അയ്യോ ഞങ്ങളുടെ കൂട്ടായ്മ സന്തോഷം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ സന്തോഷമൊക്കെ നല്ലത് തന്നെ, വല്ലപ്പോഴൊക്കെ ആ കൂട്ടായ്മ ഒന്ന് ആയിക്കോ. പക്ഷേ ഇനി ഇറങ്ങി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്ന ഒരു വേലയാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള കാലമാണ് പ്രിയപ്പെട്ട. കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദ ടൈം ഈസ് അറ്റ് ഹാൻഡ്. കാലമിനി ഒത്തിരി ഇല്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ചെയ്യണം. അപ്പം യേശു സകല പട്ടണങ്ങളിലും പോയി അവിടെ പ്രസംഗിച്ച സുവിശേഷം എന്താ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അത് കഴിഞ്ഞ് യൂൽക്കോസ് 9-ാം അധ്യായം 2-ാം വാക്യം 12 പേരെ എന്ത് ചെയ്തു? അവരെ പറഞ്ഞയച്ചു, അല്ലേ? അവരെ ലെജിറ്റിമൈസ് ചെയ്ത് അവരെ വിട്ടു, അല്ലേ? അവരെ കമ്മീഷൻ ചെയ്ത് വിട്ടു. എന്താണ്? ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞു. അപ്പോൾ അവരെന്തിനാ പറഞ്ഞു വിട്ടെ? ആദ്യം ദൈവരാജ്യം പ്രസംഗിക്കണം. ഇന്ന് സുവിശേഷം പറയുമ്പോൾ ദൈവരാജ്യം ഒഴിച്ചെല്ലാം പറയും. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ പറയുന്ന സുവിശേഷം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം. നിങ്ങൾ ആയിരത്തെങ്കിലും ഒരു സുവിശേഷം പറയുന്ന റെക്കോർഡ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരൂ. ഉറപ്പാ ഈ ദൈവരാജ്യം അതിനകത്ത് കാണത്തില്ല. ബാക്കിയെല്ലാം കാണും, അല്ലേ? ഇന്ന് തൊട്ട് ദയവായി നിങ്ങളുടെ സുവിശേഷം പറയുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയേക്കണം. ഇല്ല നാണക്കേടാ. നിങ്ങൾ കടം മാറും, രോഗം മാറും, ബന്ധനം വഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. ദൈവരാജ്യത്തിൽ അതൊക്കെ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല സുവിശേഷം. താഴെ കുറച്ചുകൂടെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, 12 പേരെ എന്ത് ചെയ്തു? അവരെ പറഞ്ഞയച്ചു. എന്തിനാ? ദൈവരാജ്യം പ്രസംഗിക്കാൻ. ആദ്യം 12 പേരെ അയച്ചു. പിന്നീട് നമുക്കറിയാം 70 പേരെ അയച്ചു. 10-ാം അധ്യായം ലൂക്കോസ് 10:9 പറയുമ്പം അവിടെ 10:9 അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് 70 വരെ വിടുമ്പോഴും അത് തന്നെയാണ് കാര്യം. 12 വരെ വിട്ടപ്പോഴും അതാണ്, 70 വരെ വിട്ടപ്പോഴും അത് തന്നെയാണ്. ഇന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരാളെ പ്രാർത്ഥിച്ച് വിടുമ്പോൾ എന്ത് പറഞ്ഞാൽ വിടുന്നത്? പോയി ഹൗസ് ഓഫ് പ്രയറിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങണേ, എന്നിട്ട് ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. ഇവിടെ നിന്ന് ആരെയും അതിനൊന്നും പറഞ്ഞു വിടത്തില്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യം പ്രസംഗിക്കുന്നവരാണ്. ഓക്കെ, അടുത്തത് ഈ താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നമുക്കറിയാം 40 ദിവസം, നമ്മൾ ആദ്യം വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 1:3. ഇനി ഇത്രയും നേരം യേശുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യേശു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്ന് കാണിക്കുക, അപ്പോസ്തലന്മാരെന്തോ പറയാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വന്നേ, 12-ാം വാക്യം വായിച്ച്. ആക്ട്സ് 8:12. അപ്പോസ്തലപ്രവൃത്തിയിൽ 8-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പലപ്പോഴും ഞാൻ ആ വാക്യം ഏറ്റവും ഉപയോഗിച്ചുള്ളത് എന്തിനാണെന്നറിയാം? പുരുഷന്മാരും സ്ത്രീകളും സ്നാനപ്പെട്ടു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ എടുത്തെഴുതിയിരിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും, വിശ്വസിക്കാൻ പ്രായമായ പുരുഷന്മാരും സ്ത്രീകളുമാണ്, അല്ലാതെ കുഞ്ഞുങ്ങളല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഇത്രയും നാൾ ആ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെയാണ് എൻ്റെ കണ്ണു തുറന്നത്. ഫിലിപ്പോസ് എന്തോ പോയി പ്രസംഗിച്ചത്? ദൈവരാജ്യത്തെയും. ശമരിയ പട്ടണത്തിൽ പോയി പ്രസംഗിച്ച് സകലരെയും കർത്താവിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ എങ്ങനെയാ എന്താ പ്രസംഗിച്ചത്? ദൈവരാജ്യം പ്രസംഗിച്ചു. അടുത്തത് ഫിലിപ്പോസ് മാത്രമല്ല, പൗലോസോ 19-ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലേക്ക് വന്ന അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വന്നേ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മാദിച്ചു. കണ്ടോ?
അവിടെ നോക്കിയേ, പൗലോസൊക്കെ ഒരു യഹൂദ പള്ളിയിലാണേ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഇദ്ദേഹം വലിയ സ്കോളറല്ലേ. പക്ഷേ ഇപ്പോൾ യേശുവിനാൽ പിടിക്കപ്പെട്ടപ്പം ഇദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ, ആരെ കിട്ടിയാലും ചെന്ന് സമ്പാദിക്കും. ചെന്ന് സമ്പാദിച്ച് എന്തിനെക്കുറിച്ചാണ്? ദൈവരാജ്യത്തെക്കുറിച്ച്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവരാജ്യത്തെക്കുറിച്ചൊരു ഡിബേറ്റ് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഡിബേറ്റുകളാണ് അല്ലേ, എന്തൊക്കെ ഡിബേറ്റാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഡിബേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ ടോപ്പിക്ക് പോലും അല്ല. പക്ഷെ അന്ന് പൗലോസ് അവിടെയുള്ള സ്കോളേഴ്സ്, ഹീബ്രു സ്കോളേഴ്സുമായിട്ട് എന്താണ് ഡിബേറ്റ് ചെയ്യുന്നത്? റിഗാർഡിങ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നിട്ട് താൻ ഡിബേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, സമ്മതിപ്പിച്ചു. അതിൻ്റെ അർത്ഥം പുള്ളിക്ക് ഒന്നാമത്തെ കാര്യം ഇതിനെപ്പറ്റി അറിവുണ്ട്, 2 പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് സംവാദിച്ച് എന്ത് ചെയ്തു? സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അപ്പോൾ ഈ 3 മാസം പ്രസംഗിച്ച വിഷയം എന്താ? ദൈവരാജ്യം. 3 മാസം പ്രസംഗിക്കാനുള്ള വിഷയം ദൈവരാജ്യത്തെക്കുറിച്ചുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആ കൂടിയുള്ള വിഷയം ദാവീദും ഗോലിയാത്തും. ഞാൻ ചിലപ്പം ചിന്തിക്കും, ഗോലിയാത്ത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ അല്ലേ. ആ ഗോലിയാത്തിനെ ഒരു ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ആയിട്ടും ഒരു എന്താ തിന്മയുടെ മൂർത്തീഭാവമായിട്ടും പിശാചിൻ്റെ മുഖമായിട്ടും അങ്ങോട്ട് പിക്ചറൈസ് ചെയ്തിട്ട് നമ്മൾ അവനോട് ഇതാണ് അല്ല. അയ്യോ, ഞാൻ കുറ്റം പറയല്ല പ്രിയപ്പെട്ടവരെ, ദാവീദും ഗോലിയാത്തും തൽക്കാലം അവിടെ നിൽക്കട്ടെ അല്ലേ. ദൈവരാജ്യം പ്രസംഗിക്കാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ശരി, സംവാദിച്ചും സമ്മതിപ്പിച്ചും. അടുത്തത് 28-ാം അധ്യായത്തിൻ്റെ 23 വാക്യം വായിച്ച്. 28-ാം, അത് അവസാനത്തെ അധ്യായമാണല്ലോ അപ്പോസ്തലപ്രവൃത്തികളിൽ. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. ഇപ്പം പുള്ളി ഒരു വാടക വീടെടുത്ത് അവിടെ താമസിച്ചു. പുള്ളി ഹൗസ് അറസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അയാൾക്കൊരു ഫ്രീഡം അവിടെ കൊടുത്ത് എന്താണ്, ഹി ക്യാൻ ഹയർ എ ഹൗസ് ആൻഡ് ബി ദെയർ. പിന്നെ ആർക്കെങ്കിലും വിസിറ്റേഴ്സിന് വന്ന് കാണും. പണ്ട് ജയിലിലാണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ പൗലോസിന് അങ്ങനെ ഒരു കൃപ കൊടുത്തു. എന്താണ്, ഇദ്ദേഹം ഹൗസ് അറസ്റ്റിലാണ്, പക്ഷേ ആർക്കും വന്ന് കാണാം. അപ്പോൾ ആൾക്കാർ കാണാൻ രാവിലെ വരും, പൊതിയും കെട്ടിയായിരിക്കും വരുന്നത്, കാണാം, വൈകിട്ട് വരെ ഇരിക്കണ്ടേ. അപ്പോൾ ഈ വൈകുന്നേരം വരെ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? പറഞ്ഞേ, ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ്. എൻ്റെ ചോദ്യം, ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന് സാക്ഷ്യം പറയുന്നവരാണോ? നമ്മളൊക്കെ ജീവിതകാലം മൊത്തം പറഞ്ഞ സാക്ഷ്യം എന്താ? കർത്താവ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നല്ലോനും വല്ലോനും ആയിരുന്നു, വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളൊക്കെയും എന്നെ വിടുവിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൃപയാൽ കർത്താവിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. അടുത്തൊരാഴ്ച കർത്താവ് തരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട്, ഇതാർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാനൊക്കെ എത്ര വർഷം ഇതും പറഞ്ഞുകൊണ്ടിരുന്നതാണെന്നറിയാമോ? എന്നെ സന്തോഷിപ്പിച്ച വാക്യം. എൻ്റെ ഭാര്യ എഴുന്നേൽക്കുമ്പോഴൊരു പാട്ടും കൂടെ പാടിക്കൊണ്ട് എഴുന്നേൽക്കുന്നത്. ഇന്നും അങ്ങനെ പാട്ടും പാടി എഴുന്നേറ്റ് ഈ തട്ടിപ്പ് സാക്ഷ്യവും പറഞ്ഞ് ഒരു വാക്യം വായിച്ചിട്ടങ്ങ് ഇരുന്നോ. കർത്താവിനെ പറ്റി ആരോടും പറയുന്നില്ല. എന്താ കാരണം എന്നറിയാം? നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചില്ലേ, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സാക്ഷിയായി. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ആഴ്ച ഇത് തന്നെയാണ് നമ്മുടെ സാക്ഷ്യം. ഇവിടെ പൗലോസ് പറഞ്ഞ സാക്ഷ്യം കണ്ടോ? ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. ലെറ്റ്സ് ടെസ്റ്റിഫൈ അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ്. നമുക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടാണ്. ഐ എം ഇൻ ദ കിങ്ഡം ആൻഡ് ഐ ഹാവ് എ കിങ്. ഐ സെർവ് എ കിങ്. ഓക്കെ, ഐ എം എ പ്രൗഡ് സിറ്റിസൺ ഓഫ് ദ കിങ്ഡം. ഇനി സിറ്റിസൺ എന്ന് മാത്രമല്ല, ഐ എം എൻ അംബാസഡർ ഇൻ ദ കിങ്ഡം. സ്ഥാനാപതിയാണ് ഞാൻ അല്ലേ, ഈ രാജ്യത്തിൻ്റെ സ്ഥാനാപതിയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെ ആ രാജ്യത്തിൻ്റെ സ്ഥാനാപതിയായിട്ട് ദൈവം കമ്മീഷൻ ചെയ്ത് അവിടെ വിട്ടിരിക്കുക.
അപ്പോൾ നിങ്ങൾ സ്ഥാനാപതി പോയപ്പം അയാളുടെ പിന്നിലൊരു അധികാരം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മുടെ ഒരു ഇന്ത്യൻ സ്ഥാനാപതി അമേരിക്ക പോയാൽ ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തിന് ഒരു അധികാരപത്രം കൊടുത്താണ് വിടുന്നത്. അത് അവിടുത്തെ അദ്ദേഹത്തിന് കൈമാറാനൊരു കോപ്പിയും കൊടുത്തേക്കും. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറയും, ദേ എന്നെ രാഷ്ട്രപതി അയച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്, എൻ്റെ പേര് ഇതാണ്, എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതാണ്, ക്രെഡൻഷ്യൽസ് എല്ലാം ഇതാണ്, ഞങ്ങൾ ഇവിടെ ഒരു എംബസി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം അപ്പോൾ അവരും എന്ത് ചെയ്യും, ഒരു സീലടിച്ചു കൊടുക്കും. അപ്പം നോക്കിയേ, ഇന്ത്യയുടെ അംബാസഡറായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, ന്യൂയോർക്കിൽ ഒരു ഓഫീസ് ഇട്ട് അദ്ദേഹത്തിന് പല അധികാരങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ അംബാസഡർക്ക് ഇത്രയുമൊക്കെ അധികാരവും ഇത്രയൊക്കെ മതിപ്പും പദവിയൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംബാസഡേഴ്സായി സ്ഥാനാപതികളായി അയക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടു. എത്രയൊക്കെ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ലോർഡ്, ഐ എം സെൻഡ് ആസ് എൻ അംബാസഡർ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അല്ലേ, ദൈവരാജ്യത്തിൻ്റെ ഒരു അംബാസഡറായിട്ടാണ് ദൈവം നമ്മളെ അയക്കുന്ന പ്രിയപ്പെട്ടത്. അപ്പം അതുകൊണ്ടാണ് അവിടെ പൗലോസ് തൻ്റെ ഇടമായിട്ടിരുന്നുകൊണ്ട് പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സാക്ഷ്യം പറയാം. എന്തിൻ്റെ സാക്ഷ്യം? ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം. ഓ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നറിയാണ്ട് എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റു. നമുക്ക് അല്ലാത്ത തട്ടിപ്പ് സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വിടാൻ പ്രിയപ്പെട്ടവർ. ലെറ്റ്സ് ബി വിറ്റ്നസ് ടു ദ കിങ്ഡം. ഈ രാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് മാറാം. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 30 വാക്യം കൂടെ വായിച്ചേ. 31 അല്ല, ഈ മലയാളത്തിൽ 30 തോന്നുന്നു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഈ സാക്ഷ്യം പറഞ്ഞിട്ട് തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ താൻ യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് പഠിപ്പിച്ചു. പക്ഷേ യേശുവിനെക്കുറിച്ച് എങ്ങനെ പഠിപ്പിച്ചു എന്ന് എഴുതിയോ? അന്ന് ഈ പറഞ്ഞല്ലോ, ട്രാക്റ്റ് ഇല്ല, പുതിയ നിയമമില്ല, സുവിശേഷങ്ങളില്ല, ഒന്നുമില്ല. ആ കൂടിയുള്ള പുസ്തകം ഏതാ? മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് ചിലർ പറയാറുണ്ട്, പഴയ നിയമം വേണ്ട ബ്രദറെ. ഇപ്പോൾ പൗലോസ് പ്രസംഗിച്ച ഏത് തിരുവചനം എടുത്താ? മോശയുടെ ബുക്കും പ്രവാചക പുസ്തകങ്ങളും, അതിൽ നിന്ന് യേശുവിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. എന്നാൽ നമ്മുടെ പ്രശ്നം, ദാവീദും ഗോലിയാത്തിലും നിന്നാൽ അവിടെ തന്നെ നിൽക്കും. അവസാനം ഗോലിയാത്ത് വീഴുമ്പം എല്ലാവരും കൈയടിച്ച് ആത്മാവിലായി സന്തോഷിച്ച് ഉല്ലസിച്ച് അന്ന് വീട്ടിൽ പോകും. ദാവീദ് പുത്രനായ യേശുവിനെ പറ്റി മാത്രം പറയുന്നില്ല. അവിടെ ഹൈലൈറ്റ് ചെയ്ത് ആരെയാ? ഈ ഗോലിയാത്തിനെയാണ് പലപ്പോഴും, ദാവീദിനെ പോലും അല്ല. കാര്യം ഈ ഗോലിയാത്തിനെ നിങ്ങളുടെ മുമ്പിൽ ഒരു വില്ലനായിട്ട് അവതരിപ്പിച്ചാലേ ഞങ്ങൾക്ക് പലപ്പോഴും എന്തെങ്കിലും നേട്ടമുള്ളൂ. അതാണ് സത്യം. ലെറ്റ് us നോട്ട് ഹൈലൈറ്റ് ദി ഡെവിൾ, അല്ലേ? അതൊക്കെ അങ്ങ് വിടും. നമുക്ക് യേശുവിലേക്ക് വരണം. ഇവിടെ ആ രാജ്യത്തിൽ നല്ലോണം നോക്കുക. ദ കിങ്, ഹൂ ഈസ് ദ കിങ്? ആൻഡ് ദ സെയിം കിങ് ഈസ് അവർ ലോർഡ്. ആ കിങ് ആണ് സഭയുടെ നാഥനും. ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് ഓൾസോ. ഇനി എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുക പ്രിയപ്പെട്ടവരെ. കർത്താവിനെ വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് വൈകിട്ട് പവർ വിഷനെ അങ്ങ് കേട്ടോളുക. ഇന്നല്ല, ഇന്ന് തൊട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ടീസർ മാത്രമായിരുന്നു. ഇനി ബാക്കി ഇതിനെപ്പറ്റി ഇവിടെ പറയുന്നതല്ല, ഇതിൻ്റെ ആവശ്യമില്ല. കാര്യം താങ്ക് ഗോഡ് അവർ റെക്കോർഡ് ചെയ്ത് എടുത്തു. 14 എപ്പിസോഡ് ഇതുവരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരമാസത്തേക്കുള്ള, ഇനി അരമാസത്തേക്കുള്ള അടുത്ത മാസം എടുക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം the kingdom of God was not a footnote in the early Christianity, but it was the headline. പറഞ്ഞ് മനസ്സിലായോ? ആദിമ ക്രിസ്തീയ സഭയിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതൊരു അടിക്കുറിപ്പല്ലായിരുന്നു, തലവാചകമായിരുന്നു. ഇന്നത്തെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കിങ്ഡം ഓഫ് ഗോഡ് എന്നൊരു സബ്ജക്റ്റ് ദൈവസഭയിൽ പോലും ഫുട്നോട്ടും അല്ല, തലവാചകം പണ്ടേ അല്ല, അല്ലേ? ഫുട്നോട്ട് പോലും അവിടെ ഇല്ല. ശരിയല്ലേ? നിങ്ങൾ എത്ര വട്ടം ഈ പുൽപ്പറ്റിൽ നിന്ന് ദൈവരാജ്യം കേട്ടു? ഞാൻ നല്ലേ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം വി ഇഗ്നോർഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫോർ എ ലോങ് ടൈം. താങ്ക് ഗോഡ്, കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് നമുക്കൊരു ബോധം തന്നു. ദൈവരാജ്യം പ്രസംഗിക്കണം, സുവിശേഷത്തിൽ ദൈവരാജ്യം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും. പിന്നെ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പാടെ വ്യത്യസ്തമാണ്. നമ്മൾ ശീലിച്ചതും പരിചയിച്ചതും അല്ല നമ്മളിവിടെ കൊണ്ട് പാലിക്കേണ്ടത്. ഇവിടുത്തെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവോ റൈറ്റ് ഹാൻഡ് ഡ്രൈവോ? റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവോ? അല്ലല്ലോ. റോഡിൻ്റെ ലെഫ്റ്റ്, പക്ഷേ നമ്മൾ ഓടിക്കുന്നത് അമേരിക്കയിൽ പോയി. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. ഞാൻ അമേരിക്കയിൽ പോയി, ആരാണ്ടൊരു വണ്ടി എനിക്ക് തന്നു. ഞാൻ എടുത്തുകൊണ്ട് നേരെ ഇന്ത്യയിൽ ഓടിക്കുന്ന പോലെ ഓടിച്ചു. എവിടം വരെ ഓടിക്കും?
മിക്കവാറും ഒരുപാട് ഓടിക്കേണ്ടി വരത്തില്ല അല്ലേ. അപ്പം ഞാൻ പറയാ എൻ്റെ നാട്ടിൽ ഇങ്ങനാ. അപ്പോൾ സാഹിബ് എന്ത് പറയും? നിൻ്റെ നാട്ടിൽ എന്താണെന്നുള്ള എനിക്ക് പ്രശ്നമല്ല, ഈ നാട്ടിൽ എങ്ങനെ ഓടിക്കണം വണ്ടി? ഇങ്ങനെ ഓടിക്കേണ്ടത്. അപ്പോൾ സാഹിബിൻ്റെ നാട്ടിൽ പോയാൽ സാഹിബിനെ പോലെ വണ്ടി ഓടിക്കാൻ നമുക്കറിയാം. പക്ഷേ ദൈവരാജ്യത്തിൽ വരുമ്പം മാത്രം അത് പറ്റത്തില്ല. ഞാൻ പരിചയിച്ചതും പഠിച്ചതും ശീലിച്ചതും എനിക്കിഷ്ടമുള്ളതേ ഞാൻ ഇവിടെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ദർ ആർ certain principles, there are certain laws, and especially there is a culture of the kingdom or in the kingdom. We need to follow that culture. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് കർത്താവേ അല്പം ഒരു 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 പ്രിഫേസ് കർത്താവേ, ഒരു പ്രിയാമ്പിളാണ് ഞങ്ങൾ ഈ കേട്ടത്. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, ദൈവരാജ്യവും ഗൗരവമുള്ളൊരു വിഷയമാണ്. ദൈവരാജ്യം കർത്താവെ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണപ്പാ. ഞങ്ങൾ പലപ്പോഴും അത്രയും ഗൗരവം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നപ്പാ. ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ദൈവരാജ്യം ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ പ്രസംഗം, ഞങ്ങളുടെ പഠിപ്പീര്, ഞങ്ങളുടെ സുവിശേഷം, എസ്പെഷ്യലി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയട്ടെ കർത്താവ്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരോടും എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുമ്പോഴാണല്ലോ കർത്താവെ അവസാനം വരുന്നത്. അത് ഞങ്ങളുടെ സുവിശേഷത്തിന് കർത്താവെ അതൊന്ന് വാസ്തവമായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അതിനായി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.